നമ്മളിതാ മുക്കത്തെത്തിയിരിക്കുകയാണ്. മുക്കത്താണല്ലോ നമ്മുടെ ഈ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. മുക്കത്തെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘം നമ്മളെ കാത്തിരിക്കുന്നു യൂണിഫോമിൽ അല്ലേ. എന്ത് മുഖമാണ്? എൻ്റെ മുഖം എന്ന സന്നദ്ധ പ്രവർത്തകരാണ്. ലഹരിയോടാകട്ടെ പ്രതിരോധം, സേവന പുണ്യമാകട്ടെ രക്തദാനം. ഓക്കെ, രക്തദാനമാണ് നിങ്ങളുടെ സന്നദ്ധ സംഘടനയുടെ പേര്. എല്ലാ മേഖലകളിലുണ്ട്. മുക്കത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ മുഖം സന്നദ്ധ ഞങ്ങൾ ശിരൂര് നമ്മൾ അർജുനെ കണ്ടെത്താനൊക്കെ നമ്മൾ പോയിരുന്നു. ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ ഇവിടെ എത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഞങ്ങൾക്ക് ഈ ലഹരിയുടെ നിങ്ങളെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഭാഗമാക്കാനുണ്ട്. എല്ലാ അനുഗ്രഹം. യെസ്, എൻ്റെ മുഖം സന്നദ്ധന. എൻ്റെ മുഖം സന്നദ്ധ സംഘടന, എൻ്റെ മല്ലിക സംഘടന. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളായിരുന്നു ഞങ്ങൾ ആ ശിരൂർ ദൗത്യത്തിൽ നിങ്ങൾ എല്ലായിടത്തും ഓടിയെത്തും അല്ലേ? തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് റിപ്പോർട്ടറിന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇക്കാര്യത്തിൽ? എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ? ഏറ്റവും വലിയ സംഭവം കാണുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. ഒരു ചെറിയ ലഹരി വിരുദ്ധ പ്രവർത്തകൻ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിന്റെ കൂടെ കൂടാൻ കാരണം? നമ്മുടെ കൂടെ കൂടാൻ കാരണം എന്താണ്? ഇതിപ്പം ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഇതിൽ അടിമാവുണ്ട്. ഞങ്ങളിപ്പോൾ ചാപ്റ്ററും അത് തന്നെയാണ്. സ്കൂളിലെ ചാപ്റ്റർ അതാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിന് കൂടാനുള്ളത് വലിയൊരു കാരണം. അപ്പോൾ സ്കൂളിൽ പോയിട്ട് പറയില്ലേ, ഞാൻ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലേ? ഓ, ഈ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? ഇതിപ്പോ ഞാൻ കുറച്ചു കാലമായിട്ട് നിർത്തിയോ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഉപ്പച്ചി പറഞ്ഞപ്പോ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇത് സ്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, ആണോ? എടുക്കേട്ടാ. അപ്പോൾ ഇതാണ് ചെറിയ കുട്ടികൾ അവരെത്രത്തോളം ബോധവാന്മാരാണെന്നുള്ളതാണ്. കാരണം സ്കൂൾ കുട്ടികളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. മോൾ അറിഞ്ഞിരുന്നോ, ഈ സ്കൂളിന് മുന്നിലുള്ള പെട്ടിക്കടകളിൽ ചില പെട്ടിക്കടകളിലെങ്കിലും കഞ്ചാവുള്ള മിഠായി വിൽക്കുന്നു എന്നൊക്കെ. അപ്പോൾ മിഠായി വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ കുട്ടികൾ മാത്രമല്ല, പ്രായമായൊരു മുതിർന്നവർ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ഒരു ക്യാമ്പയിൻ എന്താണെന്ന് അറിയാമല്ലോ, ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനാണ്. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? ഒന്നും പറയാല്ല, നമ്മളെന്ത് പ്രവർത്തിച്ചാൽ അത് നിന്ന് പോകില്ല. അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യല്ലേ ചെയ്യണത്. അതുകൊണ്ടാ നിൽക്കൂല, നമ്മളീ നാട്ടിലുണ്ടാക്കണമല്ലല്ലോ. അതുകൊണ്ടാ നിന്ന് നിൽക്കും. അല്ല, നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടേ? എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളതിന് വേണ്ടി പ്രതിരോധിക്കണം, അത്രേ ഉള്ളൂ. മദ്യം ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മദ്യം മാത്രമല്ല, ലഹരി. ലഹരി ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. ലോകം മുഴുവൻ ഇത് തന്നെ പരിപാടി. എല്ലാം ഇങ്ങനെ കൊണ്ടിടക്കാം കീശയിൽ ഓരോരുത്തർ. അതിനൊക്കെ പിടിച്ച് വേണ്ട നടപടി ചെയ്യണം, എന്നാലേ നന്നാവുള്ളൂ. ഈ അങ്ങാടി തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ ഇത് വിൽക്കാൻ തന്നെ, കീശയിലും പോക്കറ്റിലും ഒക്കെ ആയിട്ട്.